ഞങ്ങളപ്പോൾ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അല്ലേ മഞ്ജു? കുറേ നാളായി ബസ്സിനൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ബസ്സിനാണ് ഇന്ന് പോണത്. ഏത് പരുവത്തിലാകുമെന്ന് അറിയില്ല. കുഞ്ചനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോവാണ് ബസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് സ്പോട്ടിലെത്തി. അതെ, വേറെ എവിടെയല്ല, ലുലു മോൾ. ഞാൻ കാണാൻ പോകുന്ന എന്റെ ഈ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ട് ഏകദേശം ഒരു 3 വർഷമായി കാണും കേട്ടോ. 3 വർഷത്തെ ഇടവേളയുണ്ട്. അയ്യോ, ഇതല്ല കേട്ടോ, ഇതിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല സുഹൃത്തുക്കളിൽ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പറ്റുന്ന ഒരു മുതൽ തന്നെയാട്ടോ ഇത്. ഇതാണ് ഞാൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന ആള്. ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം കണ്ടിട്ടും ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റിട്ടോ. എപ്പോഴും വിളിക്കുകയോ സംസാരിക്കുകയോ മെസ്സേജ് അയക്കലും അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. പക്ഷെ എന്തോ ഒരു ബോണ്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചന്തുമ്മ. ഞാൻ സത്യത്തിൽ കുഞ്ഞ് ജനിച്ചിട്ട് ഇത്ര ആയിട്ടോ കാണുന്നത്. ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് അങ്ങനെയാ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വിശേഷങ്ങൾ പറഞ്ഞു. 3 വർഷത്തെ കഥകളുണ്ടല്ലോ ഞങ്ങൾക്ക് പറയാൻ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തന്നെ വിശപ്പായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ. വേറെ ഒരു ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നില്ല, ബിരിയാണി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. നേരെ ഫുഡ് കോർട്ടിൽ വന്നു കഴിച്ചു. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ചതാ ഈ ജ്യൂസ്. ഇതിന് ജ്യൂസ് എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. സത്യത്തിൽ എൻ്റെ പേര് മറന്നു. നിന്ന് കുടിക്കേണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. അങ്ങനെ അതും കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ചു അവളുടെ ആവശ്യം പുറത്തിറക്കി. അമ്മയുടെ ഫ്രണ്ടിനെയൊക്കെ കണ്ടില്ലേ, അപ്പൊ പിന്നെ എന്നെ ഒന്ന് ഗെയിംസ് കയറ്റ്. പിന്നെ സാധിച്ചു കൊടുക്കാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ അവൾ അവിടെ കണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ഗെയിംസിലും കയറി. അവളുടെ പ്രായത്തിന് കയറാൻ പറ്റുന്നതിലും വലിയ ഗെയിംസിലൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർ സമ്മതിക്കാത്തതുകൊണ്ട് അവൾ മാറുന്നു. എന്നിട്ടും പല ഗെയിംസിലും കയറാൻ വേണ്ടി വാശിയായിരുന്നു. പിന്നെ പല കാരണങ്ങളും പല എക്സ്ക്യൂസും ഒക്കെ പറഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാൻ മാറ്റി നിർത്തിയത്. പല സ്ഥലത്തും പിണങ്ങി വരെ അവൾ നിന്നു. പിന്നെ അവളെ പിണക്കാൻ മാറ്റാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചു കേട്ടോ. അവളോട് ഞാൻ പറഞ്ഞതാണ് സ്ട്രോബെറി വാങ്ങിക്കരുതെന്ന്. പക്ഷെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട് തിന്നേണ്ട അവസ്ഥയായിരുന്നു. അവക്കല്ല, എനിക്ക്. കാരണം ആ ഐസ്ക്രീം മുഴുവൻ അവളെ എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ വേറെ ഐസ്ക്രീം വാങ്ങിച്ച് തിന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഐസ്ക്രീമിനോട് ഇത്രയും ദേഷ്യം തോന്നുന്നത്. അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും തന്നെ ഞങ്ങൾക്ക് പിരിയാനുള്ള സമയമായിട്ടോ. ഇനി ഇതുപോലൊരു കൂടിക്കാഴ്ച എപ്പോഴാണെന്നൊന്നും അറിയില്ല. പക്ഷെ എപ്പോഴാണെങ്കിലും ഇന്ന് പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയിൽ നിന്ന് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമെന്ന് അറിയാട്ടോ. നല്ല സൗഹൃദങ്ങൾക്ക് എന്നും മെസ്സേജ് അയക്കണമെന്നും വിളിക്കണമെന്നും കാണണമെന്നും ഒന്നുമില്ല കേട്ടോ. എത്ര ദൂരെയായാലും എവിടെ വന്നാലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് എവിടെ നിർത്തിയോ അവിടുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. അതായിരിക്കും നല്ല സൗഹൃദം. അങ്ങനെ ഞങ്ങള് കുഞ്ചുവിന്റെ ഒരു വലിയ ആഗ്രഹം കൂടി അങ്ങ് സാധിച്ചു കൊടുത്ത് ഞാൻ എന്റെ ഈ യാത്ര അങ്ങ് അവസാനിപ്പിക്കുമായിരുന്നു കേട്ടോ. അതെ, മുകളിൽ കൂടി ഓടുന്ന ട്രെയിനിൽ കയറണം, മെട്രോയിൽ കയറണം. അങ്ങനെ മെട്രോയിലും കയറ്റി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് സൗഹൃദത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താന്ന് കമന്റ് ചെയ്യണം.